ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വെറൈറ്റി കൊക്കും ജ്യൂസാണ്. ഇതങ്ങനെ ആരും കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനിവിടെ 2 തരത്തിലുള്ള ജ്യൂസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കൊക്കുമിന് പുനർപ്പുളി, മരപ്പുളി, പിന്നെ മധുരപ്പുളി എന്നൊക്കെ പേരുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് കൊടംപുളിയുടെ ഫാമിലി പെട്ടതാണ് ഇതിൻ്റെ ഫ്രൂട്ട്. പിന്നെ ഒത്തിരി ഔഷധ ഗുണം കൂടിയുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയിറ്റ് ലോസിനും ഡൈജഷനും ഒക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ഈ ഫ്രൂട്ട് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ചുവപ്പ് നിറമുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ കേരളത്തിൽ അത്ര സുലഭമാണോ എന്ന് എനിക്കറിയില്ല. നോർത്ത് ഇന്ത്യയിലാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതൽ. അപ്പോൾ നമുക്ക് സംസാരിച്ച് സമയം കളയാതെ വീഡിയോ കാണാം. അപ്പോൾ ജ്യൂസിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുനർപ്പുളിയുടെ തോൽ ഉണങ്ങിയതാണിത്. അപ്പോൾ ഇത് ഞാനിവിടെ കറികളിലും ചട്നിയിലൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു റെസിപ്പിയിൽ ഞാനിത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് ഗോവയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുനർപ്പുളി ഉപയോഗിച്ചിട്ട് ഞാൻ 2 രീതിയിലാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഇത്തിരി സ്പൈസി ആയിരിക്കും, ഒന്ന് നല്ല സ്വീറ്റ് ആയിരിക്കും. സ്വീറ്റ് ആയിട്ടുള്ളതിന് ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. സ്പൈസി ആയിട്ടുള്ളതിന് പഞ്ചസാരയും, പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം നാരങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള പുനാർപ്പുളി. പിന്നെ സ്വീറ്റ് ആയിട്ടുള്ളതിന് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ 3 ചെറിയ ഏലക്ക, വളരെ ചെറുതായ കാരണമാണ് 3 എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതിൻ്റെ സിറപ്പ് അവൈലബിൾ ആണ്. ജ്യൂസ് ഉണ്ടാക്കുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും പുനർപ്പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. അപ്പം ഞാൻ ദേ കുതിർത്തി വെച്ചിരിക്കുന്നതാണിത്, കണ്ടോ. ഫ്രൂട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിലും നല്ല റെഡ് കളർ ആയിരിക്കും. ഇപ്പോൾ നമ്മളിതിൻ്റെ തോൽ ഉണങ്ങിയത് കാരണമാണ് ഈ കളറ്. ഞാനിതിൻ്റെ തോലെല്ലാം മാറ്റി വെള്ളം തന്നെയായിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്നും പകുതി എടുത്ത് ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഞാനിവിടെ 1.5 ഗ്ലാസ്സാണ് ഒഴിക്കുന്നത്. അത്യാവശ്യം തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കാരണം അധികം തണുപ്പ് എടുക്കാത്തതാണ്. നിങ്ങൾക്ക് തണുപ്പ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള കൊക്കും ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര ഇട്ടത് കാരണമാണ് ഈ കളർ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം. സ്പൈസി ആയിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബാക്കിയിരിക്കുന്ന നീരൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ടുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ചതക്കരുത്. ഇനി ഇതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം എടുത്ത് വെച്ച നാരങ്ങയുടെ നീര് കൂടി ഒഴിക്കാം. ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര.
അപ്പോൾ ഇത്തിരി മധുരം ഉണ്ടാവും, എരിവുണ്ടാവും, പിന്നെ ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ, ഇത് ടേസ്റ്റാണ്. ഇനി 2-3 ഐസ് ക്യൂബ്സ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അടയ്ക്കാം. ഇതുപോലെ അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ചെയ്യാം. നമ്മൾ കടയിലൊക്കെ കുലുക്കി സർബത്ത് ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എരിവും പുളിയും മധുരവും ഒക്കെ ഒന്ന് നോക്കാം. എരിവ് നന്നായിട്ടുണ്ട്, വെളുത്തുള്ളിയുടെ ഫ്ലേവറും ഉണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും എടുത്ത് മാറ്റാം. പുനാർപ്പുളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്തിരി ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം കുടിച്ചത് ബയ്യ ഉണ്ടാക്കി തന്നാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി അടുത്ത വീഡിയോയായിട്ട് വേഗം വരാം. താങ്ക് യു.